സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ എന്താണെന്നറിയോ? ബംഗാളിലെയും യു പിയിലെയും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു ഇലക്ട്രിക് ലൈൻ അല്ലെങ്കിൽ ഒരു കുടിവെള്ളത്തിൻ്റെ ലൈൻ അല്ലെങ്കിൽ ഒരു താറിട്ട റോഡ് അവസാനിക്കുന്നിടയ്ക്കാണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുന്നത്. അത്രമാത്രം ദയനീയമായിരുന്നു 30 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിലെ മുസ്ലിങ്ങൾ. യു പിയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി യോഗി മോദി വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ കോളനികളിലെല്ലാം കുടിവെള്ളം എത്തിച്ചു, അവർക്ക് ടോയ്ലറ്റ് നൽകി, അവർക്ക് നല്ല റോഡ് നൽകി, അവർക്ക് സൗജന്യ റേഷൻ നൽകി. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള 17 മണ്ഡലങ്ങളിൽ ഗുജറാത്തിൽ BJP ജയിച്ചത്. യു പിയിലെ തന്നെ മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും താമര വിരിയുന്നു. അപ്പോൾ ഇതാണ് പ്രായോഗികമായി ഞങ്ങൾ എടുത്തിട്ടുള്ള സമീപനം. നരേന്ദ്രമോദിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദം, ആ പ്രസംഗം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മൻമോഹൻ സിംഗിൻ്റെ പഴയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. 2, രാഹുൽ ഗാന്ധി ഹൈദരാബാദിൽ നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട മറുപടിയാണ്. എന്താ മൻമോഹൻ സിംഗ് പറഞ്ഞത്? മൻമോഹൻ സിംഗ് പറഞ്ഞത് ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മതേതര രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നരേന്ദ്രമോദി ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം എന്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് നടക്കുന്നത്? രാഹുൽ ഗാന്ധി ജോഡോ യാത്ര തുടങ്ങിയപ്പം അദ്ദേഹം പറഞ്ഞു, വെറുപ്പിൻ്റെ മാർക്കറ്റിൽ ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ്. മിസ്റ്റർ രാഹുൽ ഗാന്ധി, സ്നേഹം കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതല്ല. അടിസ്ഥാനപരമായി സ്നേഹത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് അറിവില്ല. ജോഡോ യാത്ര അവസാനിപ്പിക്കുന്ന മുംബൈയിൽ വെച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്കെതിരെ ഞാൻ പൊരുതും. സത്യത്തിൽ ഇന്ത്യയിലെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഒരു മതത്തെ മുഴുവൻ അവഹേളിക്കുകയല്ല ചെയ്തത്. എന്തുകൊണ്ട് മുംബൈയിലെ പ്രസംഗങ്ങൾ കേരളത്തിലെ ഒരു മാധ്യമത്തിലും ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് 9 മണി അല്ലെങ്കിൽ അന്തിച്ചർച്ചയിൽ ആ വിഷയം വന്നില്ല? അപ്പം നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ അവസാനം രാഹുൽ ഗാന്ധി പറയുന്നു, ജാതി സംവരണം നടത്തും, അതിനുശേഷം ഒരു സാമ്പത്തിക പരിശോധന നടത്തും, എന്നിട്ട് സമ്പത്ത് ഞങ്ങൾ പിടിച്ചെടുത്ത് എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യും. ഇത് അർബൻ നക്സലുകളുടെ ആശയങ്ങളാണ്. അദ്ദേഹത്തിന് പ്രകടനപത്രം എഴുതി കൊടുക്കുന്നതൊക്കെ ഈ അർബൻ നക്സലുകളാണ്. ഇത് ഒരു ഉട്ടോപ്യൻ കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ ലോകത്ത് സോവിയറ്റ് റഷ്യയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട അശാസ്ത്രീയമായ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിലാണ് ചോദിച്ചത്. എന്താ രാഹുൽ ഗാന്ധി പറയുന്നത്? സമ്പത്ത് ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യും. അപ്പോൾ മോദി ചോദിച്ചത്, കൂടുതൽ പ്രസവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും എന്ന് ചോദിച്ചു. അവിടെ നരേന്ദ്രമോദി മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് എല്ലാ വിഭാഗത്തിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള ആളുകളുടെയൊക്കെ കൂടുതൽ കുട്ടികളുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി നമുക്ക് 2 എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഇവിടെ വളരെ മുമ്പേ ഇവിടെ ക്യാമ്പയിൻ ചെയ്തത്. അപ്പം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഒരു തെറ്റായ ആശയങ്ങൾക്കെതിരായിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ്. BJPക്ക് ആരോടും പ്രീണനമില്ല, എല്ലാവരുടെയും ഒരുപോലെ നോക്കുന്ന സബ്കാ സാത്ത് സബ്കാ വിശ്വാസ്, എല്ലാവരെയും ഒരുപോലെ കണ്ടുള്ള ഒരു എല്ലാവരുടെയും വികസനമാണ് ഞങ്ങളുടെ മൂലമന്ത്രം. ആ അർത്ഥത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഞങ്ങൾ വിജയമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വികസനമാണ്. നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6 വരെ പാത ഇപ്പോൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കുകയാണ്. ഈ കേരളത്തിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലസ്തീനിലും ഇസ്രായേലും യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവരെക്കുറിച്ച് നമ്മളെല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. ശരിയാണ്, വലിയ ദുരന്തമാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ദുരന്തം ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നുണ്ട്. റോഡ് അപകടത്തിൽ ആളുകൾ മരിക്കുന്നത്. ഒരു വർഷം 4500 ആളുകൾ മരിക്കുന്ന നാടാണ്. 50,000 ആളുകൾക്ക് പരിക്കേൽക്കുന്ന നാടാണ്.
എന്തുകൊണ്ടാണ്? ഇടുങ്ങിയ റോഡ്. ലോകത്തിലെ ഏറ്റവും ഇടുങ്ങിയ റോഡ് പിണറായി വിജയൻ്റെ നാട്ടിലാണ്, തലശ്ശേരിയിലാണ്. ഇപ്പോൾ അതിന് ചെറിയൊരു മാറ്റം വന്നു. അപ്പം ഒരു വർഷം 4500 ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 കൊല്ലത്തെ കേരളത്തിൻ്റെ മരണത്തിൻ്റെ ഒരു കണക്ക് നിങ്ങളെടുത്ത് നോക്ക്. ഈ റോഡപകട യുദ്ധത്തിൽ മനുഷ്യരെ കൊല്ലുന്ന നാടാണ്. LDFിൻ്റെയും UDFിൻ്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് കേരളത്തെ ഈ കൊലത്തിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് MP-മാരെ നിങ്ങൾ ജയിപ്പിച്ചതാ, കേരളത്തെ ഞങ്ങൾ മാറ്റിമറിക്കും. 4-5 വർഷം കൊണ്ട് കേരളത്തിലെ 4 ലക്ഷം കടം ഒഴിവാക്കാൻ കാഴ്ചപ്പാട് ആശയങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കൊച്ചി കോയമ്പത്തൂർ വ്യവസായ കോറിഡോർ മോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതിന് ഒരു 160 കിലോമീറ്റർ സ്ഥലം എടുത്തു കൊടുക്കണം. പിണറായിയുടെ ഭരണത്തിൽ അത് ഉച്ചിൻ്റെ വേഗതയാണ്. അത് വരികയാണെങ്കിൽ അതിൻ്റെ ചുറ്റും മാനുഫാക്ചറിങ് കേന്ദ്രമാക്കി ഞങ്ങൾ മാറ്റും, വ്യവസായ കേന്ദ്രമാക്കി മാറ്റും. അത് മതി കേരളത്തിൻ്റെ 1 ലക്ഷം കടം നമുക്ക് മാറ്റാൻ. മോദിജിയുടെ ഒരു സ്വപ്നമുണ്ട്, ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ്റെ ഒരു ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റണം. അതിന് പറ്റിയ നാട് കേരളമാണ്. അതിന് പറ്റിയ നേതാവ് രാജീവ് ചന്ദ്രശേഖരനാണ്. നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരി ജയിപ്പിക്കൂ. ഞങ്ങൾ കേരളത്തെ ഒരു ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൻ്റെ കേന്ദ്രമാക്കി ഒരു ഹബ്ബാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. ടൂറിസത്തിൽ നമ്മുടെ പ്രകടനപത്രികയിൽ പറയുന്നുണ്ട്, ഇവിടുത്തെ ആദിവാസികളുടെ വീടുകൾ പോലും ഹോം സ്റ്റേ ആക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടെന്നാണ് നമുക്കുള്ളത്. ടൂറിസത്തിൽ നിന്ന് വലിയ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ സ്ഥിരം പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആവർത്തിക്കുകയാണ്. ആവർത്തന വിരസത ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഗൾഫ് നാടുകൾ പെട്രോൾ ഡോളറിൻ്റെ നാടായി മാറിയതുപോലെ കേരളത്തിൻ്റെ ആകാശത്തുള്ള കാർമേഘങ്ങളിൽ നിന്ന് മഴവെള്ളം സംഭരിക്കുകയാണെങ്കിൽ മഴവെള്ള ഡോളറിൻ്റെ നാടാക്കി കേരളത്തെ മാറ്റാൻ സാധിക്കും. ഒരു നല്ല വിഷൻ ഉണ്ടാവണം, വികസന കാഴ്ചപ്പാടുണ്ടാണ്. 15 വർഷം മുമ്പ് ഈ കേരളത്തിൽ നിന്ന് വളരെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഞാൻ. ഹർത്താലും ബന്ദും നിക്ഷേപ വിരുദ്ധ സമീപനവും നോക്കുകൂലിയും നമ്മൾ അവസാനിപ്പിക്കണം. ഗുജറാത്തിനെ കണ്ടുപിടിക്കൂ, നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കൂ. ആ ഒരു വികസന കാഴ്ചപ്പാടിന് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ MT രമേശ് ഉൾപ്പെടെ ജയിച്ചു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.